ഇൻഡിസസ് അല്ലെങ്കിൽ എക്സ്പോണൻസ്. പിന്നെ വേറെ ഒരു പേരും കൂടെ ഉണ്ട്, പവർ. ഇതിൽ ഏത് പേര് പറഞ്ഞാലും സെയിം ആണ്. ഫോർ എക്സാമ്പിൾ 2⁻3. 2⁻3 എന്ന് പറയുമ്പം ഇതിലെ ഈ 2-നെ നമ്മൾ ബേസ് എന്ന് പറയും, ഈ 3-നെ പവർ അല്ലെങ്കിൽ ഇൻഡെക്സ് അല്ലെങ്കിൽ എക്സ്പോണന്റ് എന്ന് പറയും. ഓക്കെ, സോ 2⁻3 എന്ന് പറഞ്ഞാൽ ബേസ് ആയ 2 എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം എന്നതാണ് പവർ കാണിക്കുന്നത്. സോ 2⁻3 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 എന്നാണ് അർത്ഥം, വിച്ച് ഇസ് ഈക്വൽ ടു 8. അപ്പൊ 2⁻2 ആണെങ്കിലോ, 2⁻2 എന്ന് പറയുമ്പോൾ 2 should be multiplied 2 times. 2 × 2, അതായത് 4. ഇനി 2⁻1 ആണെങ്കിലോ, ഒരു പ്രാവശ്യമേ ഉള്ളൂ, അപ്പം 2. ഓക്കെ, സോ ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 2⁻3 എന്ന് പറഞ്ഞാൽ 8 ആണെന്ന് പറഞ്ഞു, 2⁻2 എന്ന് പറഞ്ഞാൽ 4 ആണെന്ന് പറഞ്ഞു. സോ 8 4 ആകണമെങ്കിൽ എന്താണ് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത്? 8 ഒരു ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്തത് അല്ലേ? ഓക്കെ, 2⁻2 എന്ന് പറയുന്ന 4 ആണ്. ആ 4-നെ ഞാൻ വീണ്ടും ഡിവൈഡഡ് ബൈ 2, ഇവിടെ 8/2 ചെയ്തപ്പോഴാണ് എനിക്ക് 4 കിട്ടിയത്. ഇനി ഈ 4/2 ചെയ്യുമ്പോഴാണ് അടുത്ത എനിക്ക് ഈ 2 കിട്ടുന്നത്. അതായത് ഒരു നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ ഓഫ് 2 കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. ഓക്കെ, /2 എന്നാണ് വരുന്നത്. ഇനി അടുത്തത് 2⁻0. അപ്പൊ ഈ ഒരു ഓർഡറിൽ തന്നെ പോകണമെങ്കിൽ ഇവിടെ എന്താവും? ഇവിടെ 2 ആണ്. അപ്പൊ 2ഡിവൈഡഡ് ബൈ വീണ്ടും 2 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ വാട്ട് വിൽ ബി ദ ആൻസർ? 2/2 ഈസ് 1. അപ്പൊ 2⁻0 ഈസ് 1. 2⁻0 മാത്രമല്ല, എനി നമ്പർ ⁻0 ഈസ് 1. ഇത് നമ്മൾ ഏത് നമ്പർ ഇങ്ങനെ ചെയ്താലും ഇതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ എനി നമ്പർ ⁻0 ഈസ് 1. അത് പഠിച്ചു വെക്കണം. പിന്നെ ഇനി നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിലോട്ട് പോവാണ്. 2⁻−1. അപ്പൊ വീണ്ടും എന്തായിരിക്കും സംഭവിക്കുക? 1-നെ വീണ്ടും ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിച്ചു? 1/2 ആയി മാറി. സോ 2⁻−1 എന്ന് പറയുന്നത് 1/2⁻1 ആയി മാറി. ഓക്കെ, സോ നമുക്ക് അതിൽ നിന്നും 2⁻1 എന്നാണ്, അപ്പൊ അത് എഴുതേണ്ട ആവശ്യമില്ല, 1/2 ആണ്. ഓക്കെ, സോ നമുക്ക് ഇതിൽ നിന്ന് ഒരു അടുത്ത പ്രോപ്പർട്ടി പഠിക്കാം. 2-ന് വരെ ഞാൻ a എന്ന് എഴുതുവാണ്. a⁻− ഒരു നമ്പർ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/a⁻x. അതേപോലെ തന്നെ a⁻x ഈസ് ഈക്വൽ ടു 1/a⁻−x. ഓക്കെ, ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ ഈ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. അതായത് നമുക്ക് ന്യൂമറേറ്ററിൽ നിന്ന് ഒരു പവറിനെ ഡിനോമിനേറ്ററിലോട്ടോ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ ഉള്ള ഒരു പവറിനെ എനിക്ക് ന്യൂമറേറ്ററിലോ കൊണ്ടുവരണമെങ്കിൽ അതിന്റെ പവറിന്റെ സൈൻ ഓപ്പോസിറ്റ് ആക്കിയാൽ മതി. സോ ഇതാണ് അടുത്ത പ്രോപ്പർട്ടി. ഇതും പഠിച്ചു വെക്കണം. ഇനി 2⁻². അപ്പൊ എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി ആലോചിച്ചാൽ മതി. 1/2 എന്നായിരിക്കും. ഓക്കെ, അതെങ്ങനെ കിട്ടും? ഈ 1/2 ഡിവൈഡഡ് ബൈ വീണ്ടും 2, അതായത് 1/2 ഇൻറ്റു 1/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. അത് തന്നെയല്ലേ ഈ 1/2⁻2 ആൻഡ് സോ ഓൺ. ഇങ്ങനെയാണ് അത് പോകുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്തത്? ബിക്കോസ് എന്താണോ ബേസ് അതുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് 2⁻3 ആയതുകൊണ്ടാണ് 8/2 ചെയ്തു, പിന്നെ 4/2 ചെയ്ത് /2 ചെയ്ത് പോയത്. ഇപ്പൊ അതേപോലെ ഇവിടെ ഒരു 4⁻3 എന്നായിരുന്നെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിവൈഡഡ് ബൈ 4 ചെയ്തേനെ. എന്താണോ ബേസ് അതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് പോരേണ്ടത്. ഓക്കെ, അപ്പം
പവർ എന്ന് പറയുന്നത് പവർ, എക്സ്പോണന്റ്, ഇൻഡെക്സ്. ഇൻഡീസസ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സിന്റെ പ്ലൂറൽ ആണ്. അപ്പൊ ഈ ഇൻഡെക്സ്, എക്സ്പോണന്റ്, പവർ എന്നെല്ലാം പറയുന്നത് സെയിം ആണ്. ബേസും പവറും അതൊന്ന് ഓർത്തിരിക്കണം. അപ്പൊ ഈ പവർ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സീറോ ആകാം. സീറോ ആയാൽ എനി നമ്പർ റേസ് ടു സീറോ ഈസ് 1. ഇനി നമുക്ക് പതുക്കെ എക്സസൈസ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, question number 1, 3 raised to 3 into 243 raised to minus 2 by 3 into 9 raised to minus 1 by 3. നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം, ഇത് ഇവാലുവേറ്റ് ആണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മൾ ചെയ്യേണ്ടത് ബേസിനെ എല്ലാം പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. ഓക്കെ, ഇവിടെ ബേസ് എന്ന് പറയുന്നത് 3 ആണ്. ആ 3 ഓൾറെഡി പ്രൈം ഫാക്ടർ ആണ്, സോറി പ്രൈം നമ്പർ ആണ്. ഇനി 243നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. സോ ഇതിനെ 2 കൊണ്ട് പറ്റത്തില്ല, 3 കൊണ്ട് പറ്റും. സോ 3 into 8, 3 into 1, 3 into 2, 6, 3 into 7, 3 into 9, 3 into 3, and 3 into 1. So 243നെ 3 raised to 1, 2, 3, 4, 5. 3 raised to 5 എന്ന് പറയാം. ഓക്കെ, സോ ഞാൻ ഈ അടുത്ത സ്റ്റെപ്പിൽ എഴുതാൻ പോകുന്നത് 3 raised to 3 into ഈ 243ക്ക് പകരം 3 raised to 5 the whole raised to വീണ്ടും ഒരു -2/3 ഉണ്ട് ഇൻറ്റു 9നെ എനിക്ക് പറയാം 3 into 3 ആണ്. ഓക്കെ, അതായത് 3 raised to 2 ആണ്. 3 into 3 എന്ന് വെച്ചാൽ 3 raised to 2 ആണ്. സോ the whole raised to -1/3. ഇനി ചെയ്യേണ്ടത് ഇവിടെ 3 raised to വീണ്ടും 3 തന്നെ എഴുതുക. ഇനി ഇവിടെ 3 raised to 5 the whole raised to -2/3 എന്നാണ്. ഓക്കെ, സോ അടുത്ത പ്രോപ്പർട്ടി വരുന്നു, a raised to m the whole raised to n. ഇങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ a raised to m into n എന്ന് പറയാം. ഈ പ്രോപ്പർട്ടീസ് എല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, സോ ഇതിനെ എനിക്ക് പറയാം 3 raised to 5 into -2/3. വീണ്ടും into 3 raised to 2 into -1/3. Again is equal to 3 raised to 3 into 3 raised to 5 into 2 -10/3 into 3 raised to -2/3. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ബേസ് എല്ലാം സെയിം ആയി. നമുക്ക് അങ്ങനെയാണ് വേണ്ടത്. ഓക്കെ, കഴിവതും എല്ലാം പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കുറെ ബേസ് കിട്ടും. അങ്ങനെ കോമൺ ബേസ് നമുക്ക് വേണം. ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ ഇപ്പം 3ക്ക് പകരം ഈ ബേസ് ആയിട്ടുള്ളതെല്ലാം 3 ആണ്. അതിനെല്ലാം പകരം ഞാൻ a എന്നൊരു പേരിടുവാണെങ്കിൽ it will be a raised to 3 into a raised to -10/3 into a raised to -2/3. അതായത് ബേസ് സെയിം ആണ്, പവർ മാത്രം മാറുന്നു. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ a raised to m into a raised to n into a raised to p, അങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും ആകാം കേട്ടോ. ഇങ്ങനെ ബേസ് സെയിമും പവർ ഡിഫറൻറ്റും ആവുകയാണെങ്കിൽ വെൻ യു ആർ മൾട്ടിപ്ലൈയിങ് നമുക്ക് ആ സെയിം ബേസ് എഴുതിയിട്ട് പവേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യാം. സോ ഇൻ ദിസ് കേസ് ഇവിടെ 3 ബേസ് ഉണ്ട്, 3 ബേസ് സെയിം. അപ്പൊ ആ സെയിം ബേസ് എഴുതി എന്നിട്ട് എന്തൊക്കെയാണോ പവേഴ്സ് അതിനെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. സോ ഇവിടെ 3 പ്ലസ് -10/3, അതായത് 3 പ്ലസ് -10/3 പ്ലസ് -2/3 ആവും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എൽ സി എടുക്കണം. എൽ സി എടുക്കുമ്പോൾ 3 raised to 3 ആണ് എൽ സി എം. സോ 9 -10 -2/3 now. 9 -10 -1 -1 -2 -3 -3/3 നായി, which is equal to 3 raised to -1. നമ്മൾ എപ്പോഴും ആക്ച്വലി ഇതുകൊണ്ട് നമ്മുടെ ആൻസർ കിട്ടി. പക്ഷെ എപ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം ആയിട്ട് എഴുതുമ്പം ഒരിക്കലും പവർ നെഗറ്റീവ് ആയിട്ട് എഴുതത്തില്ല.
നമ്മൾ കഴിവതും പോസിറ്റീവ് പവറിലെ ആൻസർ എഴുതത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ -1 എന്ന് പറഞ്ഞ് എഴുതി എന്ന് പറഞ്ഞ ആൻസർ തെറ്റല്ല, പക്ഷെ നമ്മൾ പോസിറ്റീവായിട്ട് എഴുതും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 3⁻⁻1നെ ഇത് പോസിറ്റീവ് ആക്കണം. എന്ത് ചെയ്യണം? ജസ്റ്റ് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോയാൽ മതിയല്ലോ. അപ്പോൾ 1/3⁻1 which is 3. സോ 1/3 ആണ് നമ്മുടെ ആൻസർ. 5⁻4 into 125⁵ divided by 25⁻1/2. ഇതും സെയിം 5⁻4 into 125നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 5⁻3 എന്ന് കിട്ടും. ⁻5/3 ഡിവൈഡഡ് ബൈ 25 എന്ന് വെച്ചാൽ 5² ആണ്. ⁻1/2. ഓക്കെ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷനും ഉണ്ട്. സോ നമ്മുടെ ബോർഡ് മാസ് ആലോചിക്കുക. ബോർഡ് മാസ് റൂൾ അനുസരിച്ച് m കഴിഞ്ഞിട്ടാണ് ഓക്കെ വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ ഇപ്പം ബേസ് എല്ലാം സെയിം ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. ആദ്യം ഇത് ചെയ്തിട്ട് വേണം ബാക്കി മൾട്ടിപ്ലൈ ചെയ്യാൻ. ഓക്കെ, സോ 5⁻⁻4 ഇൻറ്റു ഇവിടെ a⁻m into a⁻n ആണ്. സോ 5⁻3 into 5/3 ഡിവൈഡഡ് ബൈ 5⁻2 into -1/2 which is equal to 5⁻4 into 3 കട്ടായി 5⁻5 ഡിവൈഡഡ് ബൈ 5⁻2 into -1/2 എന്നാണ്. സോ 2 2 കട്ടായി -1. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഡിവിഷൻ ഫോമാണ് ഇരിക്കുന്നത്. ആ ഡിവിഷൻ ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, 5⁵5/5⁻1. അവിടെയും ബേസ് രണ്ട് സെയിം ആണ്, പവർ ആണ് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത്. സോ നെക്സ്റ്റ് പ്രോപ്പർട്ടി a⁻m/a⁻n. കണ്ടോ, ബേസ് രണ്ട് സെയിം, പവർ രണ്ടും ഡിഫറെൻറ്റോ സെയിമോ ആകാം, അത് പ്രശ്നമല്ല. ബേസ് രണ്ടും സെയിം ആകുവാണെങ്കിൽ, ഡിവിഷൻ ഫോമിൽ വരുവാണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം. ഈക്വൽ ടു ബേസ് ആ സെയിം തന്നെ എഴുതുക, എന്നിട്ട് പവേഴ്സിനെ മൈനസ് ചെയ്യണം. സോ ഇവിടെ ആവുമ്പോൾ 5⁻4 ഇൻറ്റു ഇവിടെ ബേസ് 5, ഇനി 5 m - n എന്നാണ്. m എന്ന് പറയുന്നത് 5, n എന്ന് പറയുന്നത് -1 ആണ്. സോ 5 - -1, 5 - -1, സോ 5 + 1 ഈക്വൽ ടു 5⁻4 ഇൻറ്റു 5⁻6. ഇപ്പം ബേസ് സെയിം, മൾട്ടിപ്ലിക്കേഷൻ ഫോം a⁻m into a⁻n. സോ a⁻m + n ആവും. ബേസ് സെയിം, -4 + 6. സോ 5⁻2, that is 25. Part 3, 27/125 the whole raised to 2/3 into 9/25 in the whole raised to -3/2. ഇവിടെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. ഓക്കെ, 27 വരെ നമുക്ക് എഴുതാം. 3⁻3 by 125 വരും 5⁻3 the whole raised to 2/3 into 9 വരും 3² by 25 വരും 5² the whole raised to -3/2. ഇവിടെ നമുക്ക് അടുത്ത 3⁻3 ഡിവൈഡ് ബൈ 5⁻3. ബേസ് രണ്ടും ഡിഫറെൻ്റ് ആണ്, പവർ മാത്രം സെയിം ആണ്. ഓക്കെ, a⁻m by b⁻m എന്നാണ്. ഇതിനെ നമുക്ക് a/b the whole raised to m എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചും പറയാം. a/b the whole raised to m എന്ന് പറഞ്ഞാൽ a⁻m by b⁻m ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ
3 raised to 3 3 by 5 the whole raised to 3 പിന്നെ ഈ whole raised to 2 by 3 എന്ന് പറയാം into അടുത്തത് 3 by 5 the whole raised to 2 വീണ്ടും whole raised to minus 3 by 2 എന്ന് പറയാം which is equal to ഇപ്പോൾ ഇവിടെ a raised to m the whole raised to n ആയി so 3 by 5 the whole raised to 3 into 2 by 3 into 3 by 5 the whole raised to 2 into minus 3 by 2. 3 and 3 katai baki 2 e ullu. So 3 by 5 the whole raised to 2 into 3 by 5 the whole raised to minus 3. So base and the same, powers different, multiplication ആണ്. So 3 by 5 powers രണ്ടും add ചെയ്യുക 2 plus minus 3. That is 3 by 5 the whole raised to minus 1. 3 raised to minus 1 by 5 raised to minus 1 എന്നാണ്. ഈ 3 raised to minus 1 എനിക്ക് പോസിറ്റീവ് ആക്കണമെങ്കിൽ ഞാൻ അത് ഡിനോമിനേറ്ററിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അത് 3 ആയി മാറും, 3 raised to 1 ആയി മാറും. അതുപോലെ 5 raised to minus 1 ഡിനോമിനേറ്റർ കിടക്കുകയാണത്, അത് ഞാൻ ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുപോയാൽ അതും പോസിറ്റീവ് ആകും. ഓക്കെ, അപ്പം ഏതെങ്കിലും ഒരു ബേസ് റേസ് ടു മൈനസ് സം പവർ വരുവാണെങ്കിൽ ആ റേസ് ടു മൈനസ് 1 ആണ് വരുന്നതെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിന്റെ റെസിപ്രോക്കൽ എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പൊ റേസ് ടു മൈനസ് സം പവർ ആണെങ്കിൽ റെസിപ്രോക്കൽ ഇട്ടിട്ട് ആ സെയിം പവർ അതിന്റെ പോസിറ്റീവ് പവർ. സോ ഇവിടെ 5/3 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം. 1 and 2/3 എന്ന് പറയാം. Fourth part, 7 raised to 0 into 25 raised to minus 3 by 2 minus 5 raised to minus 3 equal to any number raised to 0 1 ആണ്. 25 5 square എന്ന് പറയാം. The whole raised to minus 3 by 2 minus 5 raised to minus 3. So 1 into anything is itself. So 1 എന്ന് ഇനി എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ 5 raised to 2 into minus 3 by 2 minus 5 raised to minus 3. So 5 raised to minus 3 minus 5 raised to minus 3, which is equal to 0. (16 by 81) the whole raised to minus 3 by 4 into 49 by 9 the whole raised to 3 by 2 divided by 343 by 216 the whole raised to 2 by 3. 16 നമുക്ക് 2 raised to 4 എന്ന് പറയാം. 2 raised to 4 by 81 നമുക്ക് 3 raised to 4 എന്ന് പറയാം. The whole raised to minus 3 by 4 into 49 is 7 square by 9 is 3 square. The whole raised to 3 by 2 divided by 343 is 7 cube. So 7 raised to 3 by 216 എന്ന് പറയുന്നത് 3 cube into 2 cube ആണ്. The whole raised to 2 by 3, which is equal to 2 by 3 common power എടുക്കാം. Raised to 4 into minus 3 by 4 into ഇതിപ്പോൾ 7 by 3 common എടുക്കാം into 2 into 3 by 2 the whole divided by ഇവിടെ നമുക്ക് പവർ അങ്ങ് അകത്തോട്ടെടുക്കാം. ഓക്കെ, സോ 7 raised to 3 into 2 by 3 by 3 raised to 3 into 2 by 3
into 2 raised to 3 into 2 by 3. Which is equal to 2 by 3. 4 cut ആയി കഴിഞ്ഞാൽ ബാക്കി raised to minus 3 into 7 by 3. 2 പോയാൽ ബാക്കി raised to 3 divided by 7 raised to 2 by 3 raised to 2 into 2 raised to 2. That is equal to 2 raised to minus 3 by 3 raised to minus 3 into 7 raised to 3 by 3 raised to 3. Ini multiply with reciprocal. So 3 raised to 2 into 2 raised to 2 by 7 square. Is equal to, ഇവിടെ 2 base ഉള്ളത് common base minus 3 plus 2 into 7 raised to 3 by 7 raised to 2. So 3 minus 2. പിന്നെ 3 raised to 2 ഉണ്ട് numerator divided by denominator 3 common base minus 3 plus 3. Which is equal to 2 raised to minus 1 into 7 raised to 1 into 3 raised to 2 divided by 3 raised to 0. That is equal to 3 square is 9. 9 into 7, 63. 2 raised to minus 1 positive ആക്കാനായിട്ട് denominator കൊണ്ടുപോകുക. So 63 by 2, which is equal to 3 raised to 0 1 ആണ്. Okay. So 31.5. Question number 2, part 1. 8x cube divided by 125y cube, the whole raised to 2 by 3. That is equal to 8 in 2 raised to 3 into x raised to 3 divided by ആണ്. So 125 in 5 raised to 3 into y raised to 3, the whole raised to 2 by 3. Which is equal to 2 raised to 3 into 2 by 3 into x raised to 3 into 2 by 3 divided by 5 raised to 3 into 2 by 3 into y raised to 3 into 2 by 3. 3 എല്ലാത്തിനും കട്ടാവുന്നുണ്ട്. So 2 raised to 2 into x raised to 2 by 5 raised to 2 into y raised to 2. That is equal to 4x square by 25y square. Part 2, a plus b raised to minus 1. ഇവിടെ ഡോട്ട് കണ്ടോ, ഇത് ഡെസിമൽ പോയിന്റ് അല്ല, ഇത് ഇൻറ്റു ആണ്. ഓക്കെ. സോ a plus b raised to minus 1 എന്ന് പറയുമ്പോൾ 1 by a plus b എന്നാണ്, ഇൻറ്റു a raised to minus 1, അതായത് 1 by a plus 1 by b. LCM എടുക്കുക. So 1 by a plus b into b plus a by ab. അപ്പോൾ ഇവിടെ നമുക്ക് b plus a plus b കട്ട് ചെയ്തു, ബാക്കി 1 by ab. Part 3, 5 raised to n plus 3 minus 6 into 5 raised to n plus 1 divided by 9 into 5 raised to n minus 5 raised to n into 2 raised to 2. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 5 raised to n plus 3 എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം.
എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ആണ് എ റൈസ് ടു എം പ്ലസ് എൻ. അതുപോലെയാണ്. അപ്പോൾ 5 റൈസ് ടു എൻ ഇൻറ്റു 5 റൈസ് ടു 3 എന്ന് പറയാം. മൈനസ് 6നെ നമുക്ക് 3 ഇൻറ്റു 2 ഇൻറ്റു 5 റൈസ് ടു എൻ പ്ലസ് 1 എന്ന് പറയാം. ഈ 5 റൈസ് ടു എൻ പ്ലസ് 1നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. 5 റൈസ് ടു എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 5 റൈസ് ടു എൻ ഇൻറ്റു 5 റൈസ് ടു 1 ആണ്, ഡിവൈഡഡ് ബൈ താഴെ 5 റൈസ് ടു എൻ കോമൺ ആയിട്ടുണ്ട്. സോ 5 റൈസ് ടു എൻ ഇൻറ്റു 9 മൈനസ് 2 സ്ക്വയർ എന്ന് വെച്ചാൽ 4. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ മുകളിലും ഇപ്പം 5 റൈസ് ടു എൻ കോമൺ ആയി, ഇൻറ്റു 5 റൈസ് ടു 3. ഇവിടെ ഇപ്പം നമുക്ക് നമ്പർ കണ്ടുപിടിക്കുന്നതാണല്ലോ. ഓക്കെ, സോ 125 മൈനസ് 3 ഇൻറ്റു 2 6, 6 ഇൻറ്റു 5 30, divided by 5 raised to n into 9 minus 4, 5. Okay, so that is equal to 5 raised to n, 5 raised to n cancel ചെയ്യാം. ഇനി ഇപ്പൊ ബാക്കി ഒരു സെക്കൻഡ്, ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് തെറ്റിപ്പോയോ? 3 into 2 6, 6 into 5 is 30. 5 ക്യൂബ് എന്ന് തന്നെയല്ലേ? അതെ. ഓക്കെ, അപ്പം ഈക്വൽ ടു 125 മൈനസ് 30 എന്ന് പറയുമ്പോൾ 95 ബൈ 5. അപ്പം 19. ഇനി ഫോർത്ത് പാർട്ട്, 3x square the whole raised to minus 3 into x raised to 9 the whole raised to 2 by 3. That is equal to, ഞാനിത് പവർ പുറത്തേക്ക് എടുക്കുകയാണ്, 3x square, അതായത് 3 into x square the whole raised to എന്നാണ് വരുന്നത്. സോ സെപ്പറേറ്റ് ആക്കി എടുക്കുക. അപ്പോൾ 3 raised to minus 3 into x raised to 2 into minus 3. ഇവിടെ 3 റൈസ് ടു മൈനസ് 3 ഇട്ടത് 3 എന്ന് വെച്ചാൽ 3 റൈസ് ടു 1 ആണ്. അപ്പം എ റൈസ് ടു എം ഇൻറ്റു ബി റൈസ് ടു എൻ ദ ഹോൾ റൈസ് ടു പി എന്നാണെന്ന് വിചാരിക്കുക. കണ്ടോ, എല്ലാം കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പം ഇങ്ങനെ ഒരു കോമൺ പവർ ഉണ്ടെങ്കിൽ നമുക്കതിനെ എ റൈസ് ടു എം ഇൻറ്റു പി ഇൻറ്റു ബി റൈസ് ടു എൻ ഇൻറ്റു പി എന്നാക്കാം. അതാണ് ഈ ചെയ്തേക്കുന്നത്. 3 റൈസ് ടു 1 ആണ്, 1 ഇൻറ്റു മൈനസ് 3 ആണ്, മൈനസ് 3 ചെയ്തത്. എക്സ് സ്ക്വയറിൻ്റെ 2 ഇൻറ്റു മൈനസ് 3 ആണ് ചെയ്തത്. ഓക്കെ, പിന്നെ ഇൻറ്റു എക്സ് റൈസ് ടു 9 ഇൻറ്റു 2 by 3. That is equal to 3 raised to minus 3 into x raised to minus 6 into x raised to, ഇവിടെ നമുക്ക് പവർ കട്ട് ചെയ്യാം. സോ 3 into 3 into 2 6 ആണ്. That's equal to 3 raised to minus 3 into x raised to, ബേസ് രണ്ട് സെയിം, സോ പവർ രണ്ടും ആഡ് ചെയ്യുക. 3 raised to minus 3 into x raised to 0. ഇനി നമ്പർ raised to 0 is 1. So 3 raised to minus 3 തന്നെ വന്നു, which is equal to 1 by 3 raised to 3. That is equal to 1 by 27. Next, third question, first part. Square root of 1 by 4. ഇത് നമുക്ക് വേണമെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 1 by 4നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്ക്വയർ റൂട്ട് ഓഫ് 1 by സ്ക്വയർ റൂട്ട് ഓഫ് 4 ഇങ്ങനെ എടുത്തിട്ട് 1 by 2 ഇങ്ങനെ എടുക്കാം. ഓക്കെ, അതല്ലാതെ വേറൊരു കാര്യം പറയുവാണ്. സ്ക്വയർ റൂട്ട് ഓഫ് എ എന്ന് പറയുന്നത് എ റേസ് ടു 1 by 2 എന്ന് നമുക്ക് എഴുതാം. അതേപോലെ തേർഡ് റൂട്ട്, ഇതിപ്പോൾ സെക്കൻഡ് റൂട്ട് ഓഫ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് റേസ് ടു 1 by 2 എന്ന് എഴുതിയത്. തേർഡ് റൂട്ട് ഓഫ് എ ആണെങ്കിൽ എ റേസ് ടു 1 by 3 എന്ന് എഴുതാം. അതുപോലെ nth റൂട്ട് ഓഫ് എ എന്നാണെങ്കിൽ എ റേസ് ടു 1 by n എന്ന് എഴുതാം. ഇതാണ് അടുത്ത പ്രോപ്പർട്ടി. അപ്പൊ ഇവിടെ നമുക്ക് 1 by 4 the whole raised to 1 by 2 എന്ന് എഴുതാം. പ്ലസ് 0.01നെ നമുക്ക്
1/100 എന്നാക്കാം. The whole raised to minus 1/2 minus 23നെ 3 raised to 3 എന്നാണ്. The whole raised to 2/3 കൂടെ ഉണ്ട്. So into 2/3 ആവും. Now 1 raised to 1/2 എന്നാണ് ആവുന്നത്. 1 raised to anything is 1 itself. Divided by 4 എന്ന് പറയുന്നത് 2 square ആണ്. The whole raised to 1/2 ഇവിടെയും വരും. ഇത് 1/2 ഉണ്ട്. ഓക്കെ. പ്ലസ് 1/100നെ നമുക്ക് 5 into 2 എന്ന് എഴുതാമല്ലോ. അപ്പൊ അതും raised to minus 1/2 ഉണ്ട്. സോ ഇവിടെ ഈ 1ഉം raised to minus 1/2 വന്നു. ഇവിടെ ഈ 5നും 2നും രണ്ടിനും raised to minus 1/2. ഇവിടെയും minus 1/2 minus 3 raised to 3 കട്ടായി 2. That is equal to 1 raised to anything is 1. 2 raised to 2 into 1/2 plus ഇവിടെയും 1. 5 raised to minus 1/2 into 2 raised to minus 1/2 minus 3 square is 9. ഇനി 2ഉം 2ഉം കട്ടായി പോയി. അപ്പൊ ബാക്കി 2 ഉള്ളൂ. സോ 1/2 raised to 1 അതായത് 2 പ്ലസ് ഇവിടെ ആക്ച്വലി നമുക്ക് ഇങ്ങനെ എഴുതണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവത്തുള്ളൂ. അപ്പൊ നമുക്ക് 100 raised to minus 1/2 എന്നല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് എഴുതാം 1/100ന് പകരം ഞാൻ 10 square എന്നാണ് എഴുതാൻ പോകുന്നത്. ഓക്കെ, 10 square the whole raised to minus 1/2 എന്ന് എഴുതുവാണ്. അപ്പൊ ഇവിടെ എന്ത് പറ്റും? 10 raised to 2 into minus 1/2 എന്നാണ് ആവുന്നത്. അപ്പൊ ഇവിടെ 2ഉം കട്ടായി പോയി. സോ ബാക്കി 1/10 raised to minus 1 minus 9. That is equal to 1/2. 10 raised to minus 1 നമുക്ക് പോസിറ്റീവ് ആക്കണമെങ്കിൽ ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുപോയാൽ മതി. സോ പ്ലസ് 10 minus 9 which is equal to 1/2 plus 1. That is equal to LCM എടുക്കുമ്പോൾ 1 plus 2/2 which is equal to 3/2. വേണമെങ്കിൽ 1 and 1/2 എന്നാക്കാം. ഇതിനെ നമുക്ക് 27നെ 3 raised to 3 by 8നെ 2 raised to 3 the whole raised to 2/3. അതിനെ നമുക്ക് 3/2 the whole raised to 3 into 2/3 എന്നാക്കാം. That is equal to 3/2 the whole raised to 2 എന്നാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് പാർട്ട് 1/4 എന്നുള്ള 2 സ്ക്വയർ ആണ്. raised to minus 2. So minus 1 raised to minus 2, 1 raised to anything is 1 divided by 2 raised to 2 into minus 2 plus any number raised to 0 is 1. So minus 1/2 raised to minus 4 plus 1. That is equal to 3 raised to 2 അതായത് 9/2 raised to 2 അതായത് 4 minus 2 raised to minus 4 എനിക്ക് പ്ലസ് ആക്കണം. സോ 2 raised to 4 ഡിനോമിനേറ്ററിൽ നിന്നും ന്യൂമറേറ്ററിലോട്ട് എടുത്തു plus 1 is equal to 9/4 minus 16 plus 1 that is equal to 9/4 minus 15. 9 minus 60/4 minus 51/4. Simplify each of the following and express with positive index. ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും നമ്മൾ ആൻസർ പോസിറ്റീവ് ഇൻഡെക്സിലേ എഴുതത്തുള്ളൂ. So 3 raised to minus 4 by 2 raised to minus 8 the whole raised to
1/4. That is equal to 3 raised to minus 4 ne 3 raised to minus 4 into 1/4 by 2 raised to minus 8 into 1/4. That is equal to 3 raised to 4 katai minus 1 by 2 raised to 4 minus 8 minus 2. ഇനി 3 raised to minus 1 എനിക്ക് പോസിറ്റീവ് ആക്കണമെങ്കിൽ അത് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരിക. 2 raised to minus 2 നെ ന്യൂമറേറ്ററിലോട്ടും കൊണ്ടുപോവുക. That is equal to 4/3. Part 2. (27 raised to minus 3 by 9 raised to minus 3 the whole raised to 1/5. 27 നെ 3 raised to 3 എന്ന് പറയാം. The whole raised to minus 3 ആണ്. അപ്പോൾ into minus 3 divide by 9 നെ 3 raised to 2 എന്ന് പറയാം. Whole raised to minus 3 അപ്പോൾ into minus 3 whole raised to 1/5. 3 raised to 3 into 3 minus ഉണ്ട്. അപ്പം minus 9 by 3 raised to minus 6 the whole raised to 1/5 എന്നായി. ഇനി ഇതിനെ വേണമെങ്കിൽ ബേസ് സെയിം ആയതുകൊണ്ട് 3 raised to minus 9 minus minus 6 ബേസ് സെയിം. ഡിവിഷൻ ആണെങ്കിൽ പവേഴ്സ് രണ്ടും കൂടെ മൈനസ് ചെയ്യുക. സോ മൈനസ് ഓഫ് -6 ആകുമ്പോൾ +6 the whole raised to 1/5. 3 raised to minus 3 the whole raised to 1/5. Okay. That is equal to 3 raised to minus 3/5. minus 3 into 1/5. അതായത് minus 3/5. പവർ പോസിറ്റീവ് ആക്കണമെങ്കിൽ 1/3 raised to 3/5. Part 3, 32 raised to minus 2/5 divided by 125 raised to minus 2/3. That is equal to 32 എന്ന് പറയുന്നത് 2 raised to 5 ആണ്. The whole raised to minus 2/5 divided by 125 എന്ന് പറയുന്നത് 5 cube ആണ്. The whole raised to minus 2/3. 2 raised to 5 into minus 2/5 divided by 5 into 3. 5 into 5 raised to 3 into minus 2/3. ഇതിൽ നിന്ന് നമുക്ക് ഈ 5ഉം ഈ 5ഉം കട്ട് ചെയ്യാം. ഈ 3യും കട്ട് ചെയ്യാം. Equal to 2 raised to minus 2 by 5 raised to minus 2. So ഞാൻ 2 raised to 2 ആക്കി, 5 raised to 2 ഇവിടെ ആക്കി. ഡിനോമിനേറ്റർ ന്യൂമറേറ്ററും മാറ്റി. So 25/4. വേണമെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയ 6 and 1/4. ഓക്കെ. ഇനി അടുത്തത് fourth one 1 minus 1 minus n raised to minus 1 raised to minus 1 raised to minus 1. Okay. So ആദ്യം നമ്മൾ എപ്പോഴും റൗണ്ട് ബ്രാക്കറ്റ്സ് ആണ് ഓപ്പൺ ചെയ്യുന്നത്. 1 minus n raised to minus 1 എന്നാണ്. അപ്പൊ നമ്മൾ അതിനെ എന്താക്കണം? 1/1 minus n എന്നാക്കി. അപ്പൊ ആ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ആയി. ഇത്രേ ഉള്ളൂ. raised to minus 1 raised to minus 1 equal to 1 minus LCM എടുക്കുക. 1 minus n minus 1 by 1 minus n. ഓക്കെ. ഇവിടെയാണ്
നമ്മുടെ curly bracket raised to minus 1 raised to minus 1. That is equal to, ഇവിടെ നോക്കുവാണെങ്കിൽ 1ഉം -1ഉം കട്ടായി പോയി. പിന്നെ ബാക്കി 1 minus minus n by 1 minus n. 1 minus minus n by എന്നാണ് കിടക്കുന്നത്. ഓക്കെ, വീണ്ടും raised to minus 1. That is equal to, ഇവിടെ ഹോൾ കർലി ബ്രാക്കറ്റിൽ raised to minus 1 എന്നാണല്ലോ കിടക്കുന്നത്. അതിനർത്ഥം നമ്മൾ റെസിപ്രോക്കൽ ചെയ്യണമെന്നാണ് അർത്ഥം. So 1 minus n by minus n the whole raised to minus 1. ഇനി ഈ മൈനസ് രണ്ടും കൂടെ നമുക്ക് അങ്ങ് പ്ലസ് ആക്കാം. ഈ മൈനസും കൂടെ അങ്ങ് പ്ലസ് ആക്കാം. സോ ഓക്കെ, ബിക്കോസ് ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ പോലെയാണ്. ഓക്കെ, പിന്നെ അപ്പം ഈക്വൽ ടു 1 plus 1 minus n by n raised to minus 1 എന്നായി. LCM എടുക്കുക. n plus 1 minus n by n the whole raised to minus 1 എന്നായി. വീണ്ടും n കൂടെ കട്ടായി പോയി. പിന്നെ ബാക്കി 1 by n the whole raised to minus 1. അപ്പം raised to minus 1 എന്ന് പറയുമ്പോൾ എപ്പോഴും റെസിപ്രോക്കൽ എടുത്താൽ മതി. സോ n by 1, അതായത് n എന്നാണ് നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടുന്നത്. If 2160 equal to 2 raised to a into 3 raised to b into 5 raised to c, find abc എന്നാണ്. ഒന്നുമില്ല, 2160 പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. 2 into 1080, 2 into 540, 2 into 270, 2 into 1, 3 into 412, 3 into 515, 3 into 1 3, 3 into 5, 3 into 5, 5 into 1. അപ്പം നമുക്ക് എഴുതാം 2160 is equal to 2 raised to 4 into 3 raised to 3 into 5 raised to 1 ആണ്. അത് തന്നെയാണ് ഇത്. 2 raised to 4 into 3 raised to 3 into 5 raised to 1. ഇത് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് എഴുതാമല്ലോ. A is equal to 4, B is equal to 3, C is equal to 5ന്റെ പവർ ആണ് 1. ഈ find 3 raised to a into 2 raised to minus b into 5 raised to minus c എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 3 raised to a എന്ന് പറയുമ്പോൾ 3 raised to 4 into 2 raised to minus b എന്ന് പറയുമ്പോൾ minus 3 into 5 raised to minus c എന്ന് പറയുമ്പോൾ minus 1. സോ 3 raised to 4 എന്ന് വെച്ചാൽ 81 into 2 raised to minus 3 is 1 by 2 raised to 3 into 1 by 5. 81 by 2 raised to 3 is 8. 8 into 5, 40. Okay. Two and 1 by 14. All right. If 1960 is equal to 2 raised to a into 5 raised to b into 7 raised to c, calculate the value of 2 raised to minus a into 7 raised to b into 5 raised to minus c. Same type of question. 1960 ne nammal prime factorize cheya.
Again divide by 2. വീണ്ടും 5 കൊണ്ടാണെങ്കിൽ 5 into 4 20, 5 into 9 7 into 7 1. Okay, so നമുക്ക് 196 is equal to 2 raised to 3 into 5 raised to 1 into 7 raised to 2 എന്ന് പറയാം. 2 raised to 3 into 5 raised to 1 into 7 raised to 2. അപ്പോൾ അതിൽ നമുക്ക് പറയാം a എന്ന് പറയുന്നത് 2ന്റെ പവർ ആണ് 3, b എന്ന് പറയുന്ന 5ന്റെ പവർ ആണ് 1, c എന്ന് പറയുന്ന 7ന്റെ പവർ ആണ് 2. സോ ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് 2 raised to minus a എന്ന് പറഞ്ഞാൽ -3 into 7 raised to b എന്നാണ്. സോ 1 into 5 raised to minus c, സോ -2. നമ്മൾ പോസിറ്റീവ് പവർ ആക്കാൻ വേണ്ടി 1/2 raised to 3 ആക്കി, into 7 raised to 1 എന്ന് വെച്ചാൽ 7 തന്നെ, into 5 raised to -2നെ 5 raised to +2 ആക്കി. 7/8 into 5 square എന്ന് വെച്ചാൽ 25. That is equal to 7/200. Seventh question, simplify ആണ്. 8 raised to 3a into 2 raised to 5 into 2 raised to 2a divided by 4 into 2 raised to 11a into 2 raised to -2a. 8നെ 4നെ കൂടെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 8 is 2 raised to 3. 2 raised to 3 the whole raised to 3a into 2 raised to 5 2 raised to 2a ആണ്. ബേസ് സെയിം, സോ പവേഴ്സ് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ഡിവൈഡഡ് ബൈ 4നെ നമുക്ക് 2 സ്ക്വയർ നോക്കാം, into 2 raised to 11a into 2 raised to -2a, so 11a plus -2a, that is equal to 2 raised to 3 raised to 3a എന്ന് പറയുമ്പോൾ 2 raised to 3 into 3a, അതായത് 9a into 2 raised to 5 plus 2a divided by 2 raised to, the base രണ്ട് സെയിം ആണ്, സോ പവേഴ്സ് ആഡ് ചെയ്യുക. 2 plus 11a minus 2a is already 9a. That is equal to, ന്യൂമറേറ്ററിലും ബേസ് സെയിം, സോ പവേഴ്സ് ആഡ് ചെയ്യുക. 2 raised to 9a plus 5 plus 2a divided by 2 raised to 2 plus 9a. That is equal to 2 raised to 9a plus 2a is 11a plus 5 divided by 2 raised to 2 plus 9a. ബേസ് രണ്ട് സെയിം ആണ്, പവേഴ്സ് ഡിവിഷൻ ആണ്, പവേഴ്സ് സബ്ട്രാക്ട് ചെയ്യുക. 11a plus 5 minus 2 plus 9a, 2 raised to 11a plus 5 minus 2 minus 9a, 2 raised to 11a minus 9a, so 2a, 5 minus 2, 3. So the answer is 2 raised to 2a plus 3. Second part, 3 into 27 raised to n plus 1 plus 9 into 3 raised to 3n minus 1 divided by 8 into 3 raised to 3n minus 5 into 27 raised to n. 3 into 27 എന്ന് പറയുന്നത് 3 cube ആണ്, raised to n plus 1 plus 9 എന്ന് പറയുന്ന 3 square into 3 raised to 3n minus 1 divided by 8 is 2 cube into 3 raised to 3n minus 5 into 27 is 3 cube the whole raised to n. ഇനി 3 into 3 raised to 3 the whole raised to n plus 1. So 3 into n plus 1. So 3n plus 3 plus 3 raised to 2 into 3 raised to 3n minus 2 3n minus 1 എന്നാണ്.
സോ നമുക്ക് ബേസ് സെയിമും പവർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ബേസ് സെയിം ആയതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ പവേഴ്സ് ആഡ് ചെയ്യാം. 2 + 3n - 1 ഡിവൈഡഡ് ബൈ 2⁻³ into 3⁻³ minus 5 into 3⁻³ into n 3n. That is equal to, ഇവിടെയും ബേസ് സെയിം. സോ ബേസ് സെയിം എന്ന് പറഞ്ഞാലും ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 3⁻1 ആണ്. ഓക്കെ, സോ 3⁻1 + 3n + 3 plus 3⁻² - 1 is 1 plus 3n divided by 3⁻³ common എടുക്കാം into 2⁻³ minus 5. That is equal to 3⁻³ plus 4 plus 3⁻1 plus 3n divided by 3⁻³ into 2⁻³ is 8 minus 5. 3⁻³ plus 4 എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്താൽ 3⁻³ into 3⁻4 plus 3⁻1 into 3⁻3n divided by 3⁻3n into 3. 8 minus 5, 3. That is equal to 3⁻3n വേണേ കോമൺ ആയിട്ട് എടുക്കാം. ഓക്കെ, സോ 3⁻3n into 3⁻4 plus 3⁻1 divided by 3⁻3n into 3. 3⁻3n നമുക്ക് കട്ട് ചെയ്ത് കളയാം. സോ ഇനി 3⁻4 എന്ന് പറയുന്നത് 81. 81 plus 3, 84 by 3. Which is equal to 28. Question number 8 ഇത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. LHS is equal to, so a⁻m by a⁻−n. അപ്പൊ നമുക്ക് ഡിവിഷൻ ആണ്, അതുകൊണ്ട് പവേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യാം. സോ a⁻m minus n ആണ്. സോ m plus n ആയി മാറും. the whole raised to m minus n into a⁻n minus l. so n plus l the whole raised to n minus l into a⁻l minus m. so l plus m the whole raised to l minus m. That is equal to, ഇപ്പൊ a⁻, നമ്മൾ എന്ത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത് അത് ഇതിന്റെ സൈഡിൽ എഴുതി കാണിക്കണം. ഓക്കെ, സോ ഇവിടെ ആണെങ്കിൽ നമ്മൾ ആദ്യം കാണിക്കണം a⁻m by a⁻n is equal to a⁻m minus n. ഇതാണ് ഉപയോഗിച്ചേക്കുന്നത്, നമ്മൾ എഴുതി കാണിക്കണം. നെക്സ്റ്റിൽ ഇനി നമ്മൾ പ്രോപ്പർട്ടി ചെയ്യാൻ പോകുന്നത് a⁻m plus n the whole raised to m minus n ആണ്. സോ ഈ സ്റ്റെപ്പിൽ a⁻m the whole raised to n എന്ന് പറയുന്നതാണ് a⁻m into n. സോ ഞാനിവിടെ എഴുതും a⁻m plus n into m minus n into a⁻n plus l into n minus l a⁻l plus m into l minus m. നെക്സ്റ്റിൽ ഇപ്പൊ a plus b into a minus b ആണ് ഇരിക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്യും, a plus b into a minus b is equal to a square minus b square എന്ന് എഴുതും. അതാണ് അടുത്ത സ്റ്റെപ്പിൽ. അപ്പൊ ഞാൻ അത് എഴുതണം. a⁻m square minus n square into a⁻n square minus l square into a⁻l square minus m square. ഇനി അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഞാൻ ബേസ് എല്ലാം സെയിം ആണ്, പവേഴ്സ് ആഡ് ചെയ്യുവാണ്. സോ a⁻m into a⁻n is equal to a⁻m plus n. ഈ പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്.
So a raised to powers എല്ലാം കൂടെ ആഡ് ചെയ്യുക. m square minus n square plus n square minus l square plus l square minus m square. ഇനി ഇവ നമ്മൾ നോക്കുവാണെങ്കിൽ m square minus m square minus n square plus n square minus l square plus l square എല്ലാം പോയി. പിന്നെ ബാക്കി a raised to 0. Anything raised to 0 is 1. So അത് തന്നെയാണ് RHS ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടി വരുന്നത്. If a is equal to x raised to m plus n into y raised to l, b is equal to x raised to n plus l into y raised to m, and c is equal to x raised to l plus m into y raised to n, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് a raised to m minus n into b raised to n minus l into c raised to l minus m equal to 1 എന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ തന്നെ LHS എടുക്കുക. a പകരം x raised to m plus n into y raised to l സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. raised to m minus n എന്നാണ്. into b ക്ക് പകരം x raised to n plus l into y raised to n the whole raised to n minus l into c ക്ക് പകരം x raised to l plus m into y raised to n the whole raised to l minus m. That is equal to, ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുവാണ്. അപ്പം ഏത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ എഴുതാൻ പോവാണ്. ഇവിടെ x raised to m plus n into y raised to l, അതിന് പകരം a raised to m into b raised to n the whole raised to വേറൊരു സാധനം raised to p എന്നായിക്കോട്ടെ. That is equal to a raised to np into b raised to np. അപ്പോൾ ഈ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. So that is equal to x raised to m plus n into m minus n into y raised to l into m minus n into x raised to n plus l into n minus l into y raised to m into n minus l into x raised to l plus m into l minus m into y raised to n into l minus m. That is equal to a plus b into a minus b, a square minus b square. Okay. So x raised to m square minus n square into y raised to, let's expand one, lm minus ln into x raised to n square minus l square into y raised to mn minus ml into x raised to l square minus m square into y raised to nl minus nm. Just expansion ആയിരുന്നു. Equal to. ഇനി നമ്മൾ ബേസ് എക്സ് ആയിട്ടുള്ള എല്ലാം കൂടെ പവേഴ്സ് ആഡ് ചെയ്യാൻ പോവാണ്. സോ m square minus n square പിന്നെ പ്ലസ് n square minus l square plus l square minus m square. പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്ന എഴുതണം. a raised to m into a raised to n equal to a raised to m plus n. ഇതിനടുത്ത് y ഉണ്ട്. into y raised to lm minus ln plus അടുത്ത y mn minus ml അടുത്ത y nl minus nm. That is equal to m square m minus m square minus n square plus n square minus l square plus l square. അപ്പോൾ ഇതെല്ലാം കൂടെ 0 ആയി. ഇതും lm minus lm minus ln plus ln plus mn minus mn അതും 0 ആയി. So ബാക്കി x raised to 0 into y raised to 0. Any number raised to 0 is 1. 1 into 1 which is equal to 1 തന്നെ. That is RHS. Simplify എന്നാണ് പറഞ്ഞേക്കുന്നത്.
അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് x raised to a by x raised to b എന്നാണ്. സോ ഞാൻ അതേ വേരിയബിൾ തന്നെ എഴുതാൻ പോകും. x raised to a by x raised to b എന്ന് പറയുന്നത് ഇവിടെ ബേസ് രണ്ടും സെയിം, പവേഴ്സ് ആണ് ഡിഫറെൻറ്റ് ആൻഡ് ഡിവിഷൻ. അപ്പം x raised to a minus b എന്നാണ് പറയുന്നത്. സോ x raised to a minus b into a square plus ab plus b square എന്നാണ് വരിക. ഓക്കെ, x raised to a minus b the whole raised to a square plus ab plus b square എന്നാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു പ്രോപ്പർട്ടിയും കൂടെ ആക്ച്വലി ഇവിടെ ഒറ്റയടിക്ക് ഞാൻ യൂസ് ചെയ്തു. വേണമെങ്കിൽ അത് രണ്ട് സ്റ്റെപ്പിൽ തന്നെ എഴുതാം. ഓക്കെ, the whole raised to a square plus ab plus b square into വീണ്ടും x raised to b minus c the whole raised to b square plus bc plus c square into x raised to c minus a the whole raised to c square plus ca plus a square. That is equal to, അടുത്താണ് ഇനി യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി x raised to a the whole raised to b എന്ന് പറയുന്നത് x raised to a into b ആണ്. സോ ഞാൻ എഴുതും x raised to a minus b into a square plus ab plus b square. Again into x raised to b minus c into b square plus bc plus c square into x raised to c minus a into c square plus ac plus a square. Okay, is equal to നമ്മൾ ഈ a minus b into a minus b into a square plus ab plus b square. ഇത് a cube minus b cube ഫോർമുലയാണ്. സോ നമുക്ക് ഇതിന് പകരം എഴുതാം x raised to a cube minus b cube into x raised to b cube minus c cube into x raised to c cube minus a cube which is equal to, വീണ്ടും ബേസ് സെയിം ആയി. സോ x raised to a into x raised to b എന്ന് പറയുന്നത് x raised to a plus b ആണ്. സോ പവേഴ്സ് ആഡ് ചെയ്യുമ്പം x raised to a cube minus b cube plus b cube minus c cube plus c cube minus a cube. That is equal to a cube minus a cube കട്ടായി minus b cube plus b cube minus c cube plus c cube എല്ലാം പോയി ബാക്കി 0 ഉള്ളൂ. അപ്പം so x raised to 0 which is equal to 1. Second part, x raised to a by x raised to minus b the whole raised to a square minus ab plus b square into x raised to b by x raised to minus c the whole raised to b square minus bc plus c square into x raised to c by x raised to minus a the whole raised to c square minus ca plus a square. ഇവിടെയും സെയിം തിങ് x raised to a minus minus b അതായത് a plus b the whole raised to a square minus ab plus b square into x raised to b minus minus c, so b plus c the whole raised to b square minus bc plus c square into x raised to c minus minus a, so c plus a the whole raised to c square minus ca plus
a square. That is equal to x raised to a plus b into a square minus ab plus b square into x raised to b plus c into b square minus bc plus c square into x raised to c plus a into c square minus ca plus a square. നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ്റെ ടൈപ്പാണ്. ആകെ ഇവിടെ ഉള്ള വ്യത്യാസം a plus b into a square minus ab plus b square ആണ്. ഇതെന്തിന്റെ ഫോർമുലയാണ്? a cube plus b cube ആണ്. So x raised to a cube plus b cube into x raised to b cube plus c cube into x raised to c cube plus a cube. വീണ്ടും ബേസ് സെയിം, പവേഴ്സ് ആഡ് ചെയ്യുക. a cube plus b cube plus b cube plus c cube plus c cube plus a cube. That is equal to x raised to a cube a cube, but 2a cube plus 2b cube plus 2c cube. വേണമെങ്കിൽ 2 കോമൺ ആയിട്ട് എടുക്കാം. 2 into a cube plus b cube plus c cube. That's all. Exercise 7a കഴിഞ്ഞിട്ടുണ്ട്.